പായസം ഉണ്ടാക്കാൻ പോണത്. ഇത് വെട്ടാം ആദ്യം. വാ വെട്ടി. ഇല്ല, വലിയൊരു പാടാണ്. തളർന്നടേ. ശംഭോ ശിവ ശംഭോ ശിവ ശിവ ശംഭോ 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 ശിവ ശംഭോ ജനനം ജനനം ജനകിരി ജഞ്ചും ജനനം ജനനം. പിതാമഹലില് ഇങ്ങനെ ഇരുന്നില്ലേ ചക്ക? പിതാമഹലില് സൂര്യയും ആരൊക്കെ വിക്രമും കൂടെ ഇങ്ങനെ ചക്ക വെച്ചിട്ട് അതുപോലെയാണ്. ഞാനിതാ പീണിക്ക് വെട്ടി. ഇനി നമുക്ക് വേറെ ചെറിയ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇനി കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഇങ്ങനെ സ്ലൈസ് സ്ലൈസ്. ഇനി കട്ട് ചെയ്തിട്ട് കാണാം. ഈ തോടിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. പീണിക്ക് കുറച്ച് തോട് കട്ട് ചെയ്യാൻ പ്രയാസമുള്ള ജോലിയാണ്. കെയർഫുള്ളായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കൈയൊക്കെ കട്ടായി കൊണ്ടുപോകും. അതിൻ്റെ തോട് വളരെ ഹാർഡാണ്. ഇത് വലിയ പീണിക്കയാണ്. അത് കാരണം പാതി പീണിക്ക് ഞാൻ കട്ട് ചെയ്തു, ബാക്കി പാതി അമ്മ കട്ട് ചെയ്തു. കഴുകിയിട്ട് കുക്കറിലിട്ട് ഒരു എത്ര വിസിൽ വേണോ അമ്മ? ഒരു 4 വിസിൽ. 4 വിസിൽ കൊടുത്ത് വേവിക്കാം. പീണിക്ക പായസം ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് വലിയ പീണിക്ക എടുക്കാൻ കാരണം ഇന്ന് ചേട്ടൻ്റെ പിറന്നാളാണ്. മാത്രമല്ല കുറച്ച് 2-3 വീടുകളിലൊക്കെ കൊടുക്കാനുണ്ട്. ഇത് കുറഞ്ഞതൊരു 4 വിസിൽ വരെ വരണം. ഞാനിതാ 1 ഗ്ലാസ് ചൗരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് പൊടിച്ച് ഇപ്പോൾ ഉരുക്കിയെടുക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വയ്ക്കാം. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കതിനെ ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടതാണ്. പീണിക്കയ്ക്ക് 4 വിസിൽ വന്ന് നമ്മൾ തുറന്നു നോക്കി, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനൊന്ന് ശരിക്കും ഉടച്ചു കൊടുക്കണം. അങ്ങനെ ചൗരി റെഡി, വേവിച്ച പീണിക്ക റെഡി ആയിട്ടുണ്ട്, ശർക്കര ലായനിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു അടി കട്ടിയുള്ള നല്ലൊരു ഉരുളിയോ, അല്ലെങ്കിൽ എനിക്കിതാ ഇവിടെ ഒരു ഉരുളി പോലത്തെ ഒരു പാത്രമാണ്, കുറച്ച് അടി കട്ടിയുള്ള നല്ലൊരു പാത്രമാണ്. അതിലാദ്യം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ലൈറ്റ് ചുവന്ന് വരുമ്പോൾ ഡ്രൈ ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതാ ഇതിനെ വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ ഇതേ നെയ്യിൽ തന്നെ മിനിമം ഒരു 10 മിനിറ്റ്സ് എങ്കിലും വേവിച്ച് വെച്ചിരിക്കുന്ന പീണിക്കയും ശർക്കര ലായനിയും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഇത് നെയ്യിൽ അങ്ങനെ വരട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ശർക്കര ലായനി ഫിൽട്ടർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം.
ഇതിനോടൊപ്പം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരിയും ഇട്ട് കൊടുക്കാം. ഇത് മിനിമം 10 മിനിറ്റ്സ് ശർക്കര പാകിൽ കിടന്ന് വേകണം. ഈ പുയണിക്ക ശർക്കര പാനിയിൽ എത്രത്തോളം നേരം ഇട്ട് വരട്ടാമോ അത്രത്തോളം നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് കൂടും. അതാണ് അതിൻ്റെ ഒരു ടിപ്സ് കേട്ടോ. പെട്ടെന്ന് അങ്ങ് വരട്ടിയെടുത്ത് അങ്ങ് ആയിന്നായാൽ അത് പായസം നന്നായിരിക്കില്ല. കുറച്ച് സമയം മിനിമം ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും കൊടുത്ത് വരട്ടണം. അതിന് ശേഷം മാത്രമേ രണ്ടാം പാൽ ഒഴിക്കാവൂ. ഞാനിവിടെ രണ്ടാം പാലും ഒന്നാം പാലും ഒക്കെ ആൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുയണിക്ക് അതിൽ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാൻ രണ്ടാം പാൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. 1.5 നാളികേരത്തിൻ്റെ തേങ്ങയാണ്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാനിവിടെ രണ്ടാം പാൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ തേങ്ങ തന്നെ വേണമെന്നില്ല. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ് കോക്കനട്ട് പൗഡർ. അപ്പോൾ അതിന് തിക്കായിട്ട് കലക്കുകയാണെങ്കിൽ ഒന്നാം പാൽ, കുറച്ച് ഡൈല്യൂട്ടായിട്ടൊക്കെ കലക്കുകയാണെങ്കിൽ രണ്ടാം പാൽ, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. എനിക്കിവിടെ ഒരു 5 മിനിറ്റ്സ് ആയപ്പോഴേ നല്ല തിള വന്നു. ഞാൻ ഇപ്പോൾ ഒന്നാം പാൽ ആഡ് ചെയ്യാണ്. സിമ്മിൽ വെച്ചിട്ട്, അത് സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇത് കറണ്ട് പോയി അതിനിടയ്ക്ക്. ഓക്കെ, നമ്മളിതിനെ ഇതിൽ സിമ്മിൽ വെച്ച് ലൈറ്റായിട്ടൊന്ന് ഇളക്കണം. ഇത് തിള വരാൻ പാടില്ല. എൻ്റെ പായസം ഇത് പാത്രം തുളുമ്പി നിൽക്കുകയാണ്. കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കണമായിരുന്നു. അല്ലെങ്കിൽ ഈ പുയണിക്കയിൽ 4 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു. പക്ഷേ വെള്ളം കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉഗ്രനാണ്. ഇപ്പോൾ ചെറിയൊരു തിള വന്നിട്ടുണ്ട്. നേരത്തെ നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും ഡ്രൈ ഗ്രേപ്സും ഇട്ട് കൊടുക്കാം. വേണമെന്നുള്ളവർക്ക് ഗ്രാമ്പോ ഏലക്കായോ പൊടിച്ചിട്ട് കൊടുക്കാം. എനിക്ക് ഈ പായസത്തിൻ്റെ ഇടയിൽ ഏലക്ക കടിപെടുന്ന ഇഷ്ടമല്ല. അത് കാരണം ഞാൻ അതൊന്നും ആഡ് ചെയ്തില്ല. അങ്ങനെ പുയണിക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഉഗ്രനാണിത്. പായസം റെഡി ആയിക്കൊണ്ടിരിക്കെ തന്നെ അവർക്കെല്ലാവർക്കും ആഹാരം കൊടുത്തു. അവരെല്ലാവരും കഴിച്ച് ഞാനും അമ്മയും പിന്നെ ലാസ്റ്റിലിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ പിറന്നാൾ സദ്യ ഉഗ്രനായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.